അനൂപ് ആസി എന്ന ഒരു ഡോക്ടർക്ക് തൻ്റെ മോഷണം പോയ ലാപ്ടോപ്പ് 2 മണിക്കൂറിനുള്ളിലാണ് പോലീസ് കണ്ടെത്തി കൊടുത്തത്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബാഗ് നഷ്ടപ്പെട്ടത് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ബാഗ് അവിടെ ഉണ്ട്, പക്ഷേ ബാഗിനുള്ളിൽ ലാപ്ടോപ്പ് ഉണ്ടായില്ല. 2:30 ഒക്കെ ആയപ്പോഴായിരിക്കും ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തത്. 10 മിനിറ്റ് പോലീസ് വന്നു, CCTV എടുത്തു. അതിൽ വിഷ്വൽ ഉണ്ടായിരുന്നു. ഡോക്ടർ വെയിറ്റ് ചെയ്തോ, ഇപ്പോൾ തന്നെ കൊണ്ടുതരാം. ഒരു 2 hours തന്നെ എനിക്ക് സാധനം ആ ലാപ്ടോപ്പ് തിരിച്ചു കിട്ടി. ഏതോ രീതിയിൽ ട്രേസ് ചെയ്തിട്ടാണ് ലൊക്കേഷനൊക്കെ എടുത്തിട്ട് ഈ ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നത്. നമസ്കാരം. കേരള പോലീസിനെതിരെ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉയരാറുണ്ട്. പക്ഷേ എങ്കിലും അവർ പല കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അവരുടെ എഫിഷ്യൻസി നമുക്ക് എത്ര പറഞ്ഞാലും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അത്തരത്തിൽ നല്ലൊരു വാർത്തയാണെന്ന് മറുനാടൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. അനൂപ് ആസി എന്ന ഒരു ഡോക്ടർക്ക് തൻ്റെ മോഷണം പോയ ലാപ്ടോപ്പ് 2 മണിക്കൂറിനുള്ളിലാണ് പോലീസ് കണ്ടെത്തി കൊടുത്തത്. ആലപ്പുഴ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസേഴ്സാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് കണ്ടെത്തി കൊടുത്തത്. അതിനെപ്പറ്റി അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ ഡോക്ടർ അനൂപ് തന്നെ നമ്മോടൊപ്പം ചെയ്യുകയാണ്. ഡോക്ടർ, എന്തായിരുന്നു സംഭവം എന്ന് പറയാമോ? നമസ്കാരം. ഞാൻ വിഷുവിന് വീട്ടിൽ പോകുമായിരുന്നു. രാത്രി ഒരു 11:30-12 മണിയായപ്പോൾ എറണാകുളത്ത് നിന്ന് തിരിച്ചു കൊല്ലത്തേക്ക്. അപ്പോൾ വിഷുവിന് വീട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ പൂച്ചാക്കിൽ PVM എന്നാണ് തോന്നുന്നു പെട്രോൾ പമ്പിൻ്റെ പേര്. അവിടെ രാത്രിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറി. അവിടെ വെച്ചാണ് ഈ ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടത്. ബാഗ് അവിടെ ഉണ്ട്, ലാപ്ടോപ്പ് മാത്രം അതിൽ നിന്ന് നഷ്ടപ്പെട്ടു. അല്ല, ഞാൻ വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഫേസ് വാഷും ടവലും ബാഗ് അവിടെ എടുത്തിട്ട് വാഷ്റൂമിൽ പോയി. വാഷ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. ഞാനപ്പോൾ ബാഗ് എടുക്കാൻ മറന്നു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബാഗ് നഷ്ടപ്പെട്ടത് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ബാഗ് അവിടെ ഉണ്ട്, പക്ഷേ ബാഗിനുള്ളിൽ ലാപ്ടോപ്പ് ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് മുമ്പ് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. 2022 തേവരയിൽ താമസിക്കുന്ന സമയത്ത് കൺസൾട്ടേഷൻ റൂമിലേക്ക് വരുമ്പോൾ പെട്ടെന്നൊരു പാമ്പ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് സാജൻ ജോസഫ് എന്ന് പറഞ്ഞ CA, പുള്ളി അടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി സ്ഥലത്തില്ല. പുള്ളി പറഞ്ഞു ഒന്നും പേടിക്കേണ്ട, 100-ൽ വിളിച്ചാൽ മതി. അപ്പോൾ ഞാനും വിചാരിച്ചു പെട്ടെന്ന് പാമ്പിനെ കണ്ടതിന് പോലീസിനെ വിളിച്ചിട്ട് എന്താ കാര്യം. പക്ഷേ ഞാൻ 100-ൽ വിളിച്ചു. ഒരു 10 മിനിറ്റിന് തന്നെ എറണാകുളം സൗത്ത് സ്റ്റേഷനിലെ പെട്രോളിംഗ് ടീമും ഒരു ആനിമൽ റെസ്ക്യൂ ഇവിടെ വന്നിട്ട് ഈ സ്നേക്കിനെ പിടിച്ചിട്ട് പോയി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് 100-ൽ വിളിച്ചു. അപ്പോൾ 112 സോറി 112 100-ൽ വിളിച്ചിട്ടില്ല, 112-ലാണ് വിളിച്ചു. അപ്പോൾ 100-ൽ വിളിച്ചപ്പോഴാണ് ആക്ച്വലി ഈ 112 ഗൂഗിളിൽ ചെയ്തപ്പോൾ കണ്ടെന്നു. അപ്പോൾ ഈ 112-ൽ വിളിച്ച് അപ്പോൾ ഒരു 10 മിനിറ്റിനകത്ത് തന്നെ ഒരു പെട്രോളിംഗ് ടീം, ജോസ് ഫ്രാൻസിസ് സാർ എന്ന് പറഞ്ഞ SI സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം വന്നു. അപ്പോൾ തന്നെ അതിൽ എടുത്തു പറയേണ്ട ഈ പെട്രോൾ പമ്പിൻ്റെ ഉടമയും അപ്പം തന്നെ വന്നു. വിപിൻ എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ വൈഫും കൂടി പെട്ടെന്ന് വന്നിട്ട് ആ CCTV എടുത്തു. അതിൽ വിഷ്വൽ ഉണ്ടായിരുന്നു, ഇങ്ങനെ ലാപ്ടോപ്പ് എടുത്തിട്ട് പോകുന്ന വിഷ്വൽ ഉണ്ടായിരുന്നു. അത് അപ്പം തന്നെ പോലീസിന് ആ വണ്ടിയുടെ നമ്പർ ട്രേസ് ചെയ്തിട്ട് ആളെ ഒരു 2 hours എനിക്ക് ഇത് കിട്ടി. ഞാൻ ആ സമയത്ത് എൻ്റെ പരിചയമുള്ള പോലീസ് ഓഫീസേഴ്സിനെ എല്ലാം വിളിച്ചു. ACP മനോജ് സാറ്, ആലപ്പുഴയിൽ തന്നെ DYSP പങ്കജേഷൻ സാറ്, പിന്നെ എൻ്റെ ഫ്രണ്ട് സാജൻ ജോസഫ് CA ആണ്. ഇവരെല്ലാം വിളിച്ചപ്പോൾ ഇവരെല്ലാം പറഞ്ഞു ഒന്നും പേടിക്കേണ്ട, ഉറപ്പായിട്ടും തിരിച്ചു കിട്ടുമെന്ന്. പക്ഷേ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു 2 മണിക്കൂറിനകത്ത് തന്നെ ഞാൻ അവിടെ നിന്ന് പോയി സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തപ്പോൾ തന്നെ സാർ അത് ഈ ജോസ് ഫ്രാൻസിസ് സാർ അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. മീൻസ് ഇത് ആളുടെ കയ്യിലുണ്ട്, ഒരാളുടെ കയ്യിലുണ്ട്, ഡോക്ടർ വെയിറ്റ് ചെയ്തോ, ഇപ്പോൾ തന്നെ കൊണ്ടുതരാം. ഒരു 2 hours തന്നെ എനിക്ക് സാധനം ആ ലാപ്ടോപ്പ് തിരിച്ചു കിട്ടി. എവിടെയുള്ള ആളായിരുന്നത്? അത് പൂച്ചാക്കിൽ തന്നെ ഉള്ളതെന്നാണ് പോലീസ് പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല, പോലീസിൻ്റെ അടുത്തുണ്ടാവും. പുള്ളി മൂവാറ്റുപുഴയിലേക്ക് പോകുമായിരുന്നു എന്നാണ് സാറ് പറഞ്ഞത് വിളിച്ചപ്പോൾ. അപ്പോൾ തന്നെ അവരുടെ വീടും ട്രേസ് ചെയ്തു. വീട്ടിൽ പോയി പുള്ളി അവിടെ ഇല്ലയെന്ന് കണ്ടു. വിളിച്ചപ്പോൾ എടുത്തില്ല. അങ്ങനെ പോലീസ് തന്നെ ഏതോ രീതിയിൽ ട്രേസ് ചെയ്തിട്ടാണ് ലൊക്കേഷനൊക്കെ എടുത്തിട്ട് ഈ ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നത്. ഒരു 2:30 ഒക്കെ ആയപ്പോഴായിരിക്കും ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തത്. 10 മിനിറ്റ് പോലീസ് വന്നു. ലാപ്ടോപ്പ് എനിക്കൊരു 6-7 മണിയൊക്കെ ആയപ്പോഴത്തേന് ഫിസിക്കലി തന്നെ കൊണ്ടുവന്നു. ഫോട്ടോസ് 2 മണിക്കൂറിന് മുമ്പേ തന്നെ അയച്ചു തന്നു. അവരുടെ റിക്കവർ ചെയ്തു ഇതാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ട് അവർ അത് കൺഫേം ചെയ്തു. അപ്പോൾ 6 മണിയൊക്കെ ആയപ്പോഴത്തേന് തിരിച്ച് 6:30 ആയപ്പോഴത്തേന് ഫിസിക്കലി തന്നെ കിട്ടി. ഈ സാധനം ഉണ്ടെന്ന് 2 മണിക്കൂറിനകത്ത് തന്നെ പോലീസ് ഫോട്ടോ അയച്ച് തന്നു. അത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാം. പോലീസിനോട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം ഞാൻ പുറത്ത് UK ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരും UK ഫോഴ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കേരള പോലീസ് പലപ്പോഴും
ഇവർ ഡെയിലി ചെയ്യുന്ന സർവീസ് പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്ത് പോകപ്പെടുക. അത് പ്രത്യേകിച്ച് ഡോക്ടേഴ്സ്, പോലീസ് ഇങ്ങനെയുള്ളതൊക്കെ ഡെയിലി അവർ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പുറത്തു വരാറില്ല. പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് അവരെ സ്ട്രെസ്ഫുള്ളാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ പേഴ്സണലി പരിചയമുള്ള ഫ്രണ്ട്സ്, ACP മനോജ് സാറ്, DSP പങ്കജൻ സാറ്, CI ഷാജൻ ജോസഫ്, ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ ഇവരനുഭവിക്കുന്ന സ്ട്രെസ്സ് ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളതാണ്. കാരണം അവർ ഡെയിലി എന്തോരം സ്ട്രെസ് അനുഭവിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളായെന്ന് പറയുന്നതല്ല, അവർ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ അവർ ഈ സ്ട്രെസ്ഫുള്ളായിട്ട് ജീവിക്കുന്നതിന് പക്ഷേ പലപ്പോഴും ഒരു നെഗറ്റീവ് കമൻറ്റ്സ് ആയിരിക്കും കൂടുതൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ സർവീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയാലും പോലീസ് ആയാലും അവർ ചെയ്യുന്ന ഡെയിലി കാര്യങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ ജീവൻ രക്ഷിക്കുന്നതായാലും ജീവനും സ്വത്തിനും സംരക്ഷണം തരുന്നതാണെങ്കിലും അതൊക്കെ അവർ ചെയ്യുന്നത് വലിയ കാര്യമാണ്. ഈ രാത്രി 2 മണിക്ക് ഇതുപോലെ ഒരു റെസ്പോൺസ് കിട്ടുകയെന്ന് വെച്ചാൽ ഒരു സർപ്രൈസിങ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് പൂച്ചക്കലെ SI ജോസ് ഫ്രാൻസിസ് സാറിനും CI സുബ്രഹ്മണ്യൻ സാറിനാണെന്ന് തോന്നുന്നു. പിന്നെ നൈറ്റ് ഉണ്ടായിരുന്ന ഒരു PRO പോലീസ് ഓഫീസറുണ്ട്. അവരോടും എൻ്റെ മനസ്സ് നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും വളരെ നല്ല പോസിറ്റീവായിട്ടൊരു വാർത്തയാണ്. വളരെ വേഗം തന്നെ പോലീസിന് അത്രയും ഒരു കാര്യക്ഷമതയൊക്കെ ഉണ്ട്. പോലീസ് ചില സമയങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടാണ് പല കേസുകളുമൊക്കെ വിട്ടുപോകുന്നത്, അതായത് തെളിയിക്കാൻ കഴിയാതെ പോകുന്നതൊക്കെ. എങ്കിലും നമ്മുടെ കേരള പോലീസിന് അഭിമാനിക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു മോഷണം മുതൽ കണ്ടെത്തി കൊടുത്തതിനാണ് അനൂപ് ഇപ്പോൾ നന്ദി അറിയിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും R. പിയൂഷ്, മറുനാട് TV.